HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, ദേവിക, അനന്യാസന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം കടുത്ത നടപടി. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. ഭരണമേറ്റെടുത്ത് സർക്കാർ. ഇന്ത്യയുടെ ശക്തി ലോകം അറിഞ്ഞെന്ന് പ്രധാനമന്ത്രി. വേനലവധിക്ക് പകരം വരുമോ മഴയവധി? പാകിസ്ഥാനുമായി വ്യാപാര കരാറുണ്ടാക്കി US. ഇന്ത്യയും റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ്. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച പരാജയം. സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം കടുത്ത നടപടി. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. ഭരണമേറ്റെടുത്ത് സർക്കാർ. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി M. മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി. സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. ഇന്ത്യയുടെ ശക്തി ലോകം അറിഞ്ഞെന്ന് പ്രധാനമന്ത്രി. സിന്ദൂറിൽ വിശദീകരണം. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശക്തി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ലോകം കണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ ആയുധങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങളുടെ ശേഷി തുറന്നുകാട്ടി. ഇന്ത്യൻ സേന പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ തകർത്തു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്കു മുന്നിൽ മുട്ടുമടക്കിയില്ലെന്ന് നാം തെളിയിച്ചു. പാകിസ്ഥാൻ വ്യോമസേനാ താവളങ്ങൾ ഇപ്പോഴും ICUവിലാണ്. എപ്പോൾ, എങ്ങനെ, എവിടെ തിരിച്ചടിക്കണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 22 മിനിറ്റിൽ പഹൽഗ്രാം ആക്രമണത്തിന് മറുപടി നൽകി. പാകിസ്ഥാന് ഒന്നും ചെയ്യില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മുൻപും പലതവണ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് കനത്ത ആക്രമണം നടത്തുന്നത് ആദ്യമായാണ്. പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. വേനലവധിക്ക് പകരം വരുമോ മഴയവധി? സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം മഴക്കാലത്തേക്ക് മാറ്റിയാലെന്തെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹം ക്ഷണിച്ചു. ഇപ്പോൾ വേനലവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അവധി. ജൂണിൽ തുറക്കും. ജൂൺ ജൂലൈ കാലയളവിൽ കനത്ത മഴ കാരണം പല ദിവസങ്ങളിലും സ്കൂളുകൾക്ക് അവധി നൽകാൻ കളക്ടർമാർ നിർബന്ധിതരാകുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലോ മെയ് ജൂൺ മാസങ്ങളിലോ അവധിയാകാമെന്നാണ് മന്ത്രി നിർദ്ദേശിക്കുന്നത്. ഏപ്രിൽ മെയ് കാലയളവിലെ കനത്ത ചൂട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് ശരി തന്നെ. എന്നാലും അധ്യയനം തടസ്സപ്പെടില്ലല്ലോ എന്നതാണ് മന്ത്രിയുടെ ആശ്വാസം. അവധിക്കാലം മാറ്റുന്നതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് മന്ത്രിയെ അഭിപ്രായം അറിയിക്കാം. പാകിസ്ഥാനുമായി വ്യാപാര കരാറുണ്ടാക്കി US. ഇന്ത്യയും റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% ഇറക്കുമതി തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്കവും ചുമത്തിയതിനു പിന്നാലെ പാകിസ്ഥാനുമായി നിർണായക വ്യാപാര കരാറിൽ ഒപ്പിട്ട് US. പാകിസ്ഥാന്റെ എണ്ണപ്പാട ശേഖരങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടുള്ള കരാറിൽ ഒപ്പിട്ടെന്നും അതുപ്രകാരം ഇരു രാജ്യങ്ങളും ചേർന്ന് അവിടുത്തെ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ നടപടിയുടെ അവസാനം ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന സ്ഥിതി സംജാതമാകുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയും റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥ ഡെഡ് എക്കണോമിയാണെന്ന് ആരോപിച്ച ട്രംപ് അവരുടെ വ്യാപാര ബന്ധത്തിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച പരാജയം. സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന.
പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം കടുത്ത നടപടി. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. ഭരണമേറ്റെടുത്ത് സർക്കാർ. ഇന്ത്യയുടെ ശക്തി ലോകം അറിഞ്ഞെന്ന് പ്രധാനമന്ത്രി. വേനലവധിക്ക് പകരം വരുമോ മഴയവധി? പാകിസ്ഥാനുമായി വ്യാപാര കരാറുണ്ടാക്കി US. ഇന്ത്യയും റഷ്യയും ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ്. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച പരാജയം. സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. sa sa da sa ni da pa ni da ma ga ma ga re sa. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ വിജയി. വിജയികൾ ആരുമില്ല. sa sa da sa ni da pa ni da ma ga ma ga re sa. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. നിസാറിന്റെ പൂർണ്ണ രൂപം. നാസ ISRO സിന്തറ്റിക് അപ്പാർച്ചർ റാഡർ. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. sa sa da sa ni da pa ni da ma ga ma ga re sa. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ കൂടാതെ മറ്റേത് രാജ്യത്തെ കൂടിയാണ് ഡെഡ് എക്കണോമി എന്ന് വിശേഷിപ്പിച്ചത്? sa sa da sa ni da pa ni da ma ga ma ga re sa. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.